ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഈ സന്ധ്യയിൽ ദൈവവചനത്തിന് മുമ്പിൽ നമ്മൾക്ക് ഒരുമിച്ചിരിക്കാൻ കിട്ടിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഈ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് ആകുമ്പോൾ, ക്ലാസ് വിട്ടു പോകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കാൻ ദൈവം അവസരം ഉണ്ടാക്കി. എന്നാൽ അതിന്റെ പിന്നിൽ അധ്വാനിച്ച പല ആളുകളുണ്ട്. പ്രധാനമായിട്ടും ക്രിസ്ത്യനും അജിയുമാണ് എൻ്റെ സൂം അഡ്മിനായിട്ട് വർക്ക് ചെയ്തത്. അവരത് പ്രോപ്പറായിട്ട് ചെയ്തതുകൊണ്ടാണ് ക്ലാസ്സുകൾ ഭംഗിയായിട്ട് പോകാനായിട്ട് കഴിഞ്ഞത്. റോയിയും സുജ, എഡ്വിൻ, മെൽവിൻ അവരാണ് കൊയർ എന്ന പാട്ടുകൾ, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി സഹായിച്ചത്. ബെൻസി, റെനി, ജുവൽ വളരെ മധുരമായ മനോഹരമായ ഗാനങ്ങളാണ് എന്നും. അത് കൂടാതെ ഇത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ബെൻസിയാണ്. മറ്റ് ധാരാളം ജോലികളുടെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൂടാതെ ഇതിന്റെ ഹോസ്റ്റ് ആയിട്ടിരിക്കുന്നതും ബെൻസി തന്നെയാണ്. അപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിനുവേണ്ടി സമയം, ഞാനൊരു ദിവസം അതേക്കുറിച്ച് ബെൻസിയോട് പറഞ്ഞപ്പോൾ ബെൻസി പറഞ്ഞു, ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്, അത് ആ ഒരു ഉത്തരവാദിത്വത്തോടെ ഞാനത് ചെയ്യും എന്നുള്ള ഒരു വലിയ ദർശനത്തോടെയാണ് ബെൻസി അത് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ചെറിയ പ്രായം മുതൽ ഇങ്ങനെ പരസ്പരം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് ആ ഒരു സ്നേഹവും സന്തോഷവും നന്ദി വാക്കുകളും ഒന്നും ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും പ്രിയപ്പെട്ട ആജി, കൃഷ്ണനോട്, റോയിയോട്, ബെൻസിയോട്, മാത്രമല്ല എന്നെ എൻകറേജ് ചെയ്ത ധാരാളം ആളുകളുണ്ട്. കേൾക്കുന്ന ആളുകളൊക്കെ അത് കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ ഒക്കെ നമ്മളെ എൻകറേജ് ചെയ്യുകയും ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്ത ധാരാളം ആളുകളുണ്ട്. എല്ലാവരോടും ഇപ്പോൾ മനസ്സിൽ ഒരുപാട് സ്നേഹവും നന്ദിയുമുണ്ട്. അതിപ്പോൾ മാത്രമല്ല, എപ്പോഴും ഉണ്ട്. എഫെസ്യ ലേഖനം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചു എന്നുള്ളതാണ് സത്യം. ഇതിനു മുമ്പ് എനിക്ക് എഫെസ്യ ലേഖനം ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലും വ്യത്യസ്തമായ തലത്തിലും ഇന്ന് വരെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു മുമ്പ് ഞാൻ ധരിച്ചു വെച്ചിരുന്ന അറിവുകൾക്ക് വ്യത്യസ്തമായിട്ട് ചിന്തകളിൽ വ്യത്യാസം വരുത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. സക്രിയ ബ്രദർ ചെയ്തോളാം പറഞ്ഞതുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് സക്രിയ ബ്രദറും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ നാളുകളിലൊക്കെ എന്നെ എൻകറേജ് ചെയ്യുകയും കൂടെ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹത്തോടെ ഓർക്കുകയാണ് അതെല്ലാം. എല്ലാ ആഴ്ചകളിലും ഏതാണ്ട് ഒരു ആവറേജ് 25 എക്യുപ്മെന്റ്സ് ലോഗിൻ ചെയ്യുമായിരുന്നു, ഒരാഴ്ച ഒഴികെ. അവരെല്ലാം കൃത്യമായി അത് ഓർത്തിരുന്ന് അങ്ങനെ അത് ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ ദൈവകൃപയായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഞാൻ ആമുഖവാക്കുകൾ വീണ്ടും ദീർഘിപ്പിക്കുന്നില്ല, എഫെസ്യ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ഈ എഫെസ്യ ലേഖനം ക്വീൻ ഓഫ് ദ എപ്പിസൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലേഖനങ്ങളുടെ റാണി എന്നാണ് ഈ എഫെസ്യ ലേഖനം അറിയപ്പെടുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ അല്ലെങ്കിൽ ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ അനുഗ്രഹങ്ങളുടെ പട്ടിക നിരത്തുന്ന പുസ്തകമാണ് എഫെസ്യ ലേഖനം. അവസാനത്തെ 3 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, 3 അധ്യായങ്ങളിൽ എഴുതി ചേർത്ത അനുഗ്രഹങ്ങൾ പ്രാപിച്ച ദൈവജനം എങ്ങനെ നടക്കണം എന്ന് പറയുന്ന അധ്യായങ്ങളാണ് അവസാനത്തെ 3 അധ്യായങ്ങൾ. അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 5-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ മുതൽ അതോറിറ്റി മെട്രിക്സ് ഹയറാർക്കി ചേഞ്ച് ചെയ്യുകയാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന അധികാര സ്ഥാനങ്ങൾ അതിന്റെ ഹയറാർക്കി ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വളരെ ശക്തമായ ലേഖനമാണ് എഫെസ്യ ലേഖനം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലോക ജനതയ്ക്ക് ആദ്യമായി തുല്യത ഉറപ്പുവരുത്തിയ അല്ലെങ്കിൽ തുല്യതയ്ക്ക് പ്രാധാന്യം നൽകിയത് കർത്താവായ യേശു ക്രിസ്തുവും
സുവിശേഷവുമാണ്. ഇന്ന് മതങ്ങൾ വിട്ട് പുറത്തേക്ക് വരൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം, അത് ആദ്യമായി തുല്യത ഉറപ്പുവരുത്തിയത് നമ്മുടെ വേദപുസ്തകമാണ്, യേശു കർത്താവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ടാണ് 5-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അന്യോന്യം കർത്താവിന് എന്ന പോലെ പരസ്പരം കീഴ്പ്പെട്ടിരിക്കണം, പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലെ ഹയറാർക്കിക്ക് ചേഞ്ച് വരുന്നു. അന്ന് വരെ അധികാരത്തിന്റെ ചിഹ്നങ്ങൾ ഭർത്താവിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സ്നേഹം കൊണ്ട് തോൽപ്പിക്കുകയാണ്. ചുറ്റിനുമുള്ള പങ്കാളിയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്, സ്നേഹം കൊണ്ട് കീഴടക്കാൻ ശ്രമിക്കുകയാണ്, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോ ഹൈറാർക്കിയിൽ ചേഞ്ച് വന്നു. എങ്ങനെയാണ് വ്യത്യാസം? അന്ന് വരെ അധികാരത്തിന് കീഴിലായിരുന്നയാൾ ഇന്ന് സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്, അല്ലെങ്കിൽ സ്നേഹത്തിന് കീഴിലാവുകയാണ്. വേദപുസ്തകമാണിത് ആദ്യമായി ഇങ്ങനെയൊരു ഒരു 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 അവസരം ലോക ജനതയ്ക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ചിന്ത, അങ്ങനെ ഒരു ചിന്താധാര വളർത്തിയെടുക്കുന്നത് വേദപുസ്തകമാണ്. അതുകൊണ്ട് യേശുവിനെ ഉപേക്ഷിച്ച്, വേദപുസ്തകം ഉപേക്ഷിച്ച് പുറത്തേക്ക് വരൂ എന്ന് പറയുന്ന ആളുകളോട് നമുക്ക് പറയാൻ കഴിയണം, വേദപുസ്തകമാണ് സുരക്ഷിതത്വം, തുല്യത ഉറപ്പുവരുത്തുന്നത്. തൊട്ട് താഴേക്ക് വരുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നിട്ടൊരു വാഗ്ദത്തം അതിന്റെ കൂടെ ഉണ്ട്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും. ഇത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന എന്ന പേരിലാണ് പറയുന്നത്. നമ്മള് 10 കൽപ്പനകൾ ഡിവൈഡ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. 10 കൽപ്പനകൾ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 10 കൽപ്പന ദൈവവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 4 കൽപ്പനകൾ, മനുഷ്യനുമായി ബന്ധപ്പെട്ട അവസാനത്തെ 6 കൽപ്പനകൾ. അങ്ങനെയാണ് നമ്മൾ 10 കൽപ്പനകളെ ഡിവൈഡ് ചെയ്യുന്നത്, 4, 6 എന്ന രീതിയിലാണ്. എന്നാൽ യഹൂദൻ അങ്ങനെയല്ല. യഹൂദൻ 10 കൽപ്പനകൾ ഡിവൈഡ് ചെയ്യുന്നത് 5, 5 എന്ന നിലയിലാണ്. എന്ന് പറഞ്ഞാൽ 5-ാമത്തെ കൽപ്പനയായ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്ന് പറയുന്ന ആ കൽപ്പന ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് അവരതിനെ ഡിവൈഡ് ചെയ്ത് അതിനോട് ചേർത്താണ് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്ന് പറയുന്നത് 2 മനുഷ്യ ജീവനുകളെ ബഹുമാനിക്കുകയല്ല, മറിച്ച് ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് ചെയ്യുന്നത്. അവര് ആ തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഹൈറാർക്കി എന്ന് പറയുന്നത് അപ്പനാണ് ഭവനത്തിന്റെ, കുടുംബത്തിന്റെ അധികാരി എന്ന് പറയുന്നത്. ആ അധികാരത്തിന് കീഴിലാണ് മക്കളും ബാക്കിയുള്ള എല്ലാവരും. എന്നാൽ ഹൈറാർക്കിക്ക് ചേഞ്ച് വരുന്നു. ആ മക്കളോട് പറയുന്നു, നിങ്ങൾ അപ്പനെയും അമ്മയും അനുസരിക്കണം എന്ന് പറയുന്നത് ന്യായമാണ്. അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നു, അപ്പനോടും അമ്മയോടും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രൊവോക്ക് ചെയ്യരുത്. ഇപ്പോ മക്കളോട് എന്ത് പറഞ്ഞാലും അതൊക്കെ അവർക്ക് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നും എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ പ്രൊവോക്ക് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ പ്രൊവോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങനെ ധരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആരെങ്കിലും ഒരാൾ നിങ്ങൾ ദൈവത്തെ വിട്ട്, മതം വിട്ട്, കുടുംബ ആരാധന വിട്ട്, കുടുംബം വിട്ട് പുറത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം എന്താണ് പ്രൊവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പ്രൊവോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ല, അവർക്കൊരു അടി കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളവരെല്ലാം. പക്ഷേ അവർക്കാർക്കും എന്നോട് പിണക്കുണ്ടാവില്ല എന്ന അർത്ഥത്തിലാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, അവരെ വഴക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ വഴക്ക് പറയുമ്പോൾ, അടി കൊടുക്കുമ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അന്നേരം ഉണ്ടാകുന്ന നമ്മുടെ ഒരു വികാര വിക്ഷോഭം അവരുടെ മുകളിൽ പ്രയോഗിക്കാനുള്ളതല്ല. അതാണ് പ്രൊവോക്ക് ചെയ്യരുതെന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു കുറ്റം അതിന്റെ ഒരു എന്താണ് പറയുന്നത്, അതിന്റെ ഒരു മാനസികമായിട്ടുണ്ടാകുന്ന
ഒരു വിക്ഷോഭം, അത് നമ്മളെ മാനസികമായിട്ട് നമ്മളെ ചില ഉണ്ടാക്കുന്ന ചില ഇമ്പാക്റ്റുകൾ, അതിന്റെ അർത്ഥത്തിലല്ല മക്കളെ ശിക്ഷിക്കേണ്ടത്. ഒരു നിമിഷം ഒന്ന് ശാന്തമായിട്ട് ഇരുന്നിട്ട് അവര് ചെയ്യുന്ന കുറ്റത്തിന്, അല്ലാതെ ഒരേ കുറ്റത്തിന് 2 ശിക്ഷ നമ്മുടെ കോടതികളിൽ പോലും കൊടുത്തിട്ടില്ല. ഒരു കോടതിയും ഒരു കുറ്റത്തിന് 2 ശിക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു കുറ്റത്തിന് അപ്പൻ അടിക്കുകയും പിന്നെ വന്ന് അമ്മയെ അടിക്കുകയും കൂടെ ചെയ്യുന്ന പരിപാടിയില്ല. അതാണ് പ്രൊവോക്കിംഗ്. അമ്മയെ അടിച്ചാൽ പിന്നെ അപ്പൻ അടിക്കണ്ട, കഴിഞ്ഞു. പിന്നെ അത് അടുത്തത് രണ്ടാമത്തേതോട് വരുമ്പോഴാണ് ഒരു കുറ്റത്തിന് 2 പ്രൊവോക്കിംഗ് വരുന്നത്, 2 പ്രാവശ്യം ശിക്ഷ വരുന്നത്. അപ്പോ അമ്മയെ അടിച്ചു, കഴിഞ്ഞു, കുറ്റത്തിന് ശിക്ഷ കൊടുത്തു. അപ്പൊ മക്കൾ അത് മനസ്സിലാക്കണം, ചെയ്ത കുറ്റത്തിന് കോടതിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുറ്റം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. അത് കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം. പിന്നെ പ്രൊവോക്ക് ചെയ്യരുതെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനിയും പറയുന്നു, നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രൊവോക്ക് ചെയ്യരുതെന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഈ നറിഷിങ് എന്നുള്ള വാക്കാണ് പോറ്റി വളർത്തുക എന്ന വാക്കിന് തുല്യമായ വാക്ക്. അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത്, പഥ്യോപദേശം കൊടുത്ത്, ദൈവവചനം പറഞ്ഞു കൊടുത്ത്, ദൈവവചനത്തിൽ അവരെ ഉറപ്പിച്ച്. എങ്ങനെയാണ് ദൈവവചനത്തിൽ ഉറപ്പിക്കുന്നത്? ഇപ്പൊ ദൈവവചനത്തിൽ പിള്ളേർ ഉറച്ചു, അവർക്ക് മനസ്സിലായി എന്താണ് പ്രൊവോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പോ ഇനി അവർക്ക് കോപം വരത്തില്ല. അപ്പൊ ഇത് തിരുവചനം പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കാതെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് അപ്പനോടും അമ്മയോടുമുള്ള ബഹുമാനം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതെയായി പോവുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്നെ കേൾക്കുന്ന കുഞ്ഞു മക്കളൊക്കെ, ഇത് കുറെ കാലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേവലം അടിമകളെ പോലെ, സ്ലേവ്സിനെ പോലെ അപ്പൻ എന്ന് പറയുന്ന അധികാര കേന്ദ്രത്തിന് മുൻപിൽ അങ്ങനെ വീർപ്പുമുട്ടിക്കഴിഞ്ഞ ഒരു തലമുറയാണ്. ഇതിന് കുറച്ച് നാളുകൾ മുൻപോട്ട് പോയാൽ അപ്പന്റെ മുമ്പിൽ ഇരിക്കാത്ത, അപ്പനെ കണ്ടാൽ ഇന്നും ഭയപ്പെടുന്ന ആളുകളാണ് എന്റെ തലമുറയിലുള്ള ആളുകളൊക്കെ. എന്നാൽ നിങ്ങൾ അപ്പന്റെ കയ്യിൽ തോളിൽ കൈയിട്ട് നടക്കുന്ന ആളുകളാണ്. അപ്പൊ ഹൈറാർക്കിയിൽ ചേഞ്ച് വന്നു. ഇത് ആദ്യമായി പറഞ്ഞത് പൗലോസാണ്. പൗലോസ് പറയുന്നു, നിങ്ങൾ മക്കളെ കോപിപ്പിക്കാതെ അവരെ ചേർത്ത് പിടിക്കണം. നോക്കിയ ഹൈറാർക്കിയിൽ ചേഞ്ച് വരുന്നത് കണ്ടോ? ആദ്യം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അതോറിറ്റിയും മട്രിക്സിൽ ചേഞ്ച് വന്നു. അവര് ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി, കരുതാൻ തുടങ്ങി, സ്നേഹത്തിൽ കീഴ്പ്പെടുത്താൻ തുടങ്ങി. അപ്പനും മക്കളും തമ്മിൽ അധികാര കേന്ദ്രത്തിന് വ്യത്യാസം വന്നു. അപ്പന്റെ അധികാരം മാറി, അവർ ഒരുമിച്ച് നിൽക്കാനായിട്ട് തുടങ്ങി. അടുത്തത് ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവേശുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. പിന്നെ അടുത്ത ഒരു ലെവലിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബോസിനെ എല്ലാ ദിവസവും രാവിലെ ചീത്ത പറയുന്നതിന് പകരം, ജപ്പാനിൽ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു ബോസിന്റെ, ആ കമ്പനിയിലെ ബോസിന്റെ അതേ ഒരു ഡമ്മി ഒരു റൂമിൽ കെട്ടിയിട്ടിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ബോസിനോട് തീർക്കാനുള്ള ദേഷ്യം മുഴുവൻ ആ ഡമ്മിയെ ചെന്ന് ഇടിച്ചും തൊഴിച്ചും കുത്തിക്കീറിയും എഴുതി വെച്ചും ഒക്കെ നമുക്ക് ആ ദേഷ്യം തീർക്കാം. അപ്പൊ ആ ഫ്രസ്ട്രേഷൻ അങ്ങ് തീർന്നാൽ പിന്നെ സമാധാനമായിട്ട് പോയി ജോലി ചെയ്യാം. നമ്മൾ ഈ ഫ്രസ്ട്രേഷൻ അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞ് നമ്മുടെ ഫ്രസ്ട്രേഷൻ കൂടി വരിക. അപ്പം ജോലിയിലുള്ള നമ്മുടെ സ്പീഡ് കുറയും, അല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇവർ രാവിലെ പോയി ആ ബോസിന്റെ ഡമ്മിക്കിട്ട് ഇടിച്ചിട്ടാ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, നിങ്ങള് ക്രിസ്തുവിനെ എങ്ങനെയാണോ അനുസരിക്കുന്നത്, ക്രിസ്തുവിനെ വേണ്ടി ഇൻ ക്രൈസ്റ്റ് നിങ്ങൾ എങ്ങനെയാണോ ഏകാഗ്രതയിൽ ഭയത്തോടെ വിറയലോടെ നിങ്ങളുടെ ഈ ലോകത്തിലെ യജമാനനെ, നിങ്ങളുടെ ബോസിനെ നിങ്ങൾ അനുസരിക്കണം. അതെങ്ങനെ അനുസരിക്കുന്നത്? നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെയല്ല, ഇങ്ങനെ ബോസ് വരുമ്പം ജോലി എടുക്കുവല്ല. ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു, മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. അപ്പൊ നമ്മള് ഈ ലോകത്തിലെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്മുടെ ബോസിനെ അനുസരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നത് പോലെ, കർത്താവ് എനിക്ക് തന്ന ജോലിയാണ്, ദൈവമാണ് എനിക്ക് ഈ ജോലി തന്നത്, ആ ജോലി വിശ്വസ്തയോട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതിനു മുകളിലുള്ള അല്ലെങ്കിൽ അതിന് ഫലമായിട്ട് സംഭവിക്കുന്ന അതൊന്നും എന്നെ ഇത് ആത്മാർത്ഥമായി ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ള ചിന്തയോടെ
വേണം ജോലി ചെയ്യാൻ. അങ്ങനെ അങ്ങനെ വേണം. അപ്പൊ ദാസനോട് പറയുകയാണ്, ജോലി ചെയ്യുന്ന ആളിനോട് പറയുകയാണ്, നിങ്ങളുടെ യജമാനനെ നിങ്ങൾ കർത്താവിൽ അനുസരിക്കണം. അടുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് യജമാനനോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങളൊരു കമ്പനിയുടെ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ താഴെ കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ട്. നിങ്ങളോട് കണക്ക് ചോദിക്കുന്ന, നിങ്ങളോട് കണക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, നിങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ വിനിയോഗം ചെയ്തതിനെ കുറിച്ച് നിങ്ങളോട് കണക്ക് ചോദിക്കുന്ന ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. അങ്ങനെ ഒരു യജമാനൻ സ്വർഗത്തിലുള്ളപ്പോൾ നിങ്ങളും കണക്ക് കൊടുക്കേണ്ടവരാണ്. അല്ലെങ്കിൽ നിങ്ങളും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യരാണ് എന്നുള്ള ചിന്തയോടെ വേണം നിങ്ങളുടെ താഴെ ജോലി ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കരുതാൻ, അവരോട് ട്രീറ്റ് ചെയ്യാൻ, അവരോട് ഇടപെടാൻ. അവസാനം അവരോട് പറയുന്നു, ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവീൻ. ഇത് കേരളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ ഭീഷണി വാക്ക് എന്ന് പറഞ്ഞാല്? ആളോട് പറയത്തില്ലേ, സാക്ക് ചെയ്യും, ഗേറ്റ്സ് ആർ ഓപ്പൺ എന്നൊക്കെ നമ്മൾ ഈ ആളുകളെ പേടിപ്പിക്കുമല്ലോ. വേണേ ജോലി ചെയ്താൽ മതി, അല്ലെ ഇട്ടേച്ച് പൊക്കോ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ നമ്മളിപ്പോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ കൾച്ചർ അത് ഒഴിവാക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. ആളുകളെ ബുള്ളിയിങ് അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി ജോലി ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യാതെ യജമാനന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇനി മുതൽ അവരെ 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 ഭീഷണി വാക്ക് പറഞ്ഞ് അവരെ പേടിപ്പിച്ച് ജോലി ചെയ്യാതെ, അവരെ പേടിപ്പിച്ച് ജോലി ചെയ്യിക്കാതെ, നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും നിങ്ങളൊക്കെ, ഞാനും നിങ്ങളുമൊക്കെ ചില അധികാരങ്ങളുടെ, ദൈവിക അധികാരങ്ങളുടെ കീഴ്പ്പെട്ട മനുഷ്യരാണെന്നും ഓർത്ത് ദാസനും യജമാനനും തമ്മിൽ മനോഹരമായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് മനുഷ്യന്റെ ചിന്തകളെ കൊണ്ടുപോവുകയാണ്. ദാസനെന്നും യജമാനനെന്നും ഒന്നുമില്ല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നവൻ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുക, ജോലി ചെയ്യിക്കുന്നവൻ അവനെ സ്നേഹത്തോടെ ഇടപെടുക. നിനക്ക് മേളിലൊരു യജമാനൻ ഉണ്ടല്ലോ, അവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് അവന്റെ ചാറൂറ്റിയെടുക്കാതെ അവനെ സ്നേഹത്തോടെ കരുതി ജോലി ചെയ്യിക്കുക എന്ന് ഈ കൾച്ചർ നമ്മളെ പഠിപ്പിച്ചത് പൗലോസിന്റെ ലേഖനമാണ്. നോക്കിയേ, അതോറിറ്റി മെട്രിക്സ് മാറുന്നത് കണ്ടോ? അതോറിറ്റി ലെവൽസ് മാറുന്നത് കണ്ടോ? ഹൈറാർക്കി മാറുന്നത് കണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അധികാര കേന്ദ്രത്തിന് കീഴിലുണ്ടായിരുന്ന ആളുകളെ അവരോട് പറയുന്നു, ഇനി അങ്ങനെ ഒരു അധികാര കേന്ദ്രമൊന്നുമല്ല, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും പരസ്പരം കീഴ്പ്പെട്ടും ജീവിക്കണം. അപ്പോ അധികാര കേന്ദ്രത്തിന് ഹൈറാർക്കിക്ക് വ്യത്യാസം വന്നു. അടുത്തത് അപ്പനും മക്കളും തമ്മിലാണ്. അന്ന് അപ്പന്റെ പരമാധികാരത്തിന് കീഴിൽ താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്, പ്രജകളാണ് ഭവനത്തിലെ മറ്റുള്ള ആളുകൾ. അപ്പനാണ് തീരുമാനം മുഴുവൻ, അപ്പൻ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. എന്നാൽ ഇവിടെ അപ്പനും മക്കളും ഒരുമിച്ച് പരസ്പരം കരുതിയും സ്നേഹിച്ചും അനുസരിച്ചും ബഹുമാനിച്ചും അവരെ കോപിപ്പിക്കാതെ സ്നേഹത്തോടെ കൂടെ നിർത്തിയും ഭവനത്തിന്റെ അന്തരീക്ഷം ഒരു സ്നേഹമസൃണമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. എത്ര സുന്ദരമാണ് ഇതൊക്കെ നടന്നു കിട്ടിയാൽ. അടുത്തത് ദാസനും യജമാനനും തമ്മിലുള്ള ബന്ധമാണ്. ലോകത്തിൽ അന്നും ഇന്നും ഒരിക്കലും ശരിയാകാത്ത ബന്ധമാണ് മാസ്റ്ററും സെർവന്റും തമ്മിലുള്ള ബന്ധം, മാനേജരും ജോലിക്കാരനും തമ്മിലുള്ള ബന്ധം, സിഇഒയും എക്സിക്യൂട്ടീവ്സും തമ്മിലുള്ള ബന്ധം. അത് ഒരിക്കലും ചേർന്ന് പോകാത്തതാണ്. എന്നാൽ ഇവിടെ പറയുന്നു, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണെന്നും, നിങ്ങൾ മാസ്റ്റേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ ബോസ് ആണെങ്കിൽ, നിങ്ങൾക്കൊരു യജമാനൻ, നിങ്ങൾക്കൊരു ബോസ് സ്വർഗത്തിലുണ്ടെന്നും ഓർത്ത് നിങ്ങൾ പരസ്പരം കരുതിയും സ്നേഹിച്ചും ഒരു മനസ്സോടെ നിന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ് ലേഖനം തുടങ്ങുന്നത്, അധ്യായം ആരംഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞതല്ല. ഇനിയും പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു മുഖവുരയാണ് ഇതുവരെ പറഞ്ഞത്. ഹൈറാർക്കി ചേഞ്ച് ചെയ്യുന്നു, അതോറിറ്റി മെട്രിക്സ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇനിയും പറയാൻ പോകുന്നതിന്റെ മുഖവുരയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഫൈനലി ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പോൾ ഭാര്യയും ഭർത്താവും കീഴ്പ്പെട്ടിരിക്കുന്നില്ല,
അവിടെ പോരാട്ടമാണ്. അപ്പനും മകനും തമ്മിൽ കീഴ്പ്പെട്ടിരിക്കുന്നില്ല, അവിടെ പോരാട്ടമാണ്. മാസ്റ്ററും സെർവന്റും തമ്മിൽ കീഴ്പ്പെട്ടിരിക്കുന്നില്ല, അവിടെ പോരാട്ടമാണ്. പൗലോസ് പറയുന്നു, നിങ്ങളെല്ലാം ഇങ്ങനെ തമ്മിലടിച്ച് നിൽക്കാനുള്ളവരല്ല. ദൈവമക്കളും തമ്മിൽ ചേരുന്നില്ല. കൂട്ടായ്മയിലുള്ളവർ തമ്മിൽ തന്നെ ചർച്ചയില്ല. ഇടവകയിലുള്ളവർക്ക് തമ്മിൽ കാണാൻ വയ്യ. പൗലോസ് പറയുന്നു, നിങ്ങൾ എന്തിനാണ് തമ്മിലടിക്കുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് ഇവിടെയുള്ള നമ്മുടെ സഹജീവികളോടല്ല, നമ്മുടെ കൂടെ താമസിക്കുന്നവരോടല്ല, നമ്മുടെ വീട്ടിലുള്ളവരോടല്ല, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ആളുകളോടല്ല, മറിച്ച് നമുക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടം ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടുമാണ്. ഈ വാഴ്ചകളും അധികാരങ്ങളെയുമാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു കൊലോസ്യർ 2:15 കൊലോസ്യർ 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിൽ ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം കർത്താവായ യേശു ക്രിസ്തു അടിയറവ് പറയിച്ചതാണ്, വാഴ്ചകളും അധികാരങ്ങളും. എന്നാൽ ഇതേ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും പോരാട്ടം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, നമുക്ക് ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോരാട്ടം നമുക്കുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഇതുവരെ പോരാടിക്കൊണ്ടിരുന്നത് അപ്പനോടും അമ്മയോടും, ഭാര്യയോടും ഭർത്താവിനോടും, മക്കളോടും അമ്മായി അമ്മയോടും, ദാസനോടും യജമാനനോടും, വീട്ടിലുള്ളവരോടും കൂട്ടായ്മക്കാരോടും അടുത്ത വീട്ടുകാരനോടും ഒക്കെ പോരാടിക്കൊണ്ടിരുന്ന നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, പോരാട്ടം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നമുക്കൊരു പോരാട്ടം കിടക്കുന്നു. നിങ്ങൾ ഈ ചുറ്റിനുമുള്ളവരോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ പറ്റുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പോരാടേണ്ടുന്നവനോട് പോരാടാൻ കഴിയാതെ പോകുന്നു. ആരോടാണോ പോരാടേണ്ടത് അവയോട് പോരാടാൻ നിങ്ങൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അവൻ വന്ന് നിങ്ങളെ സൂത്രത്തിൽ ചതിച്ചു കളയും. അപ്പോൾ ദാവീദിന്റെ ഒരു അനുഭവമുണ്ട്, ഈ ശക്തിപ്പെടുവീൻ, അവന്റെ അമിതബലത്തിലും ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറയുമ്പോൾ ദാവീദിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. 1 ശമൂവേൽ 30-6 ദാവീദിനെ സിക്ലാഗിൽ വെച്ച് അവനെ ശത്രുക്കൾ വന്ന് തോൽപ്പിച്ചു കളഞ്ഞു. കരയാൻ ബലമില്ലാതാകുവോളം ദാവീദ് ഇരുന്ന് കരഞ്ഞു. അവന്റെ ഭാര്യമാരെ ശത്രുക്കൾ പിടിച്ചോണ്ട് പോയി. അവൻ തീർത്തും ഒറ്റപ്പെട്ടപ്പോൾ, ബലം ക്ഷയിച്ചപ്പോൾ, അവിടെ 6 എഴുതിയിരിക്കുന്നു, ദാവീദ് തന്റെ ദൈവത്തിൽ ബലപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബലപ്പെടാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അവന്റെ ബലത്തിലാണ് ശക്തിപ്പെടേണ്ടത്, നമ്മുടെ ബലത്തിലല്ല. പലപ്പോഴും നമുക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ബലത്തിൽ ശക്തിപ്പെടുന്നത് കൊണ്ടാണ് ചുറ്റിനുമുള്ള ആളുകളോട് പോരാടാൻ പോകുന്നത്. എന്നാൽ നമ്മൾ ശക്തിപ്പെടേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ, നമ്മുടെ ദൈവത്തിന്റെ ബലത്തിലാണ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ. അവനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ, പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ പിശാച് പലപ്പോഴും ഉപായിയാണ്, ഉപായത്തിൽ വന്ന് നമ്മളെ ചതിക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള പിശാചിനോട്, അല്ലെങ്കിൽ ലോക അധിപതികളോട്, അന്ധകാരത്തിന്റെ ശക്തികളോടൊക്കെ എതിർത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. അപ്പോ ഈ ദൈവത്തിന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. അപ്പോൾ ഈ പിശാചിനോട് എതിരിടണമെങ്കിൽ വെറുതെ നമ്മൾ ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നത് പോലെ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ പിശാച് എന്നൊക്കെ വിളിക്കാമെന്നല്ലാതെ എതിർത്ത് നിൽക്കാനൊന്നും കഴിയില്ല പിശാചിനോട്. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ആയുധം കൊണ്ട്, നമ്മുടെ ബലം കൊണ്ട് കഴിയത്തില്ല. അതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്ത് ധരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുക എന്നുള്ളത് പിന്നീട് കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബലപ്പെടേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ സർവായുധവർഗം എടുത്ത് ധരിക്കണമെങ്കിൽ ബലം വേണം.
അതുകൊണ്ടാണ് ഗോല്യാത്തിനോട് യുദ്ധം ചെയ്യാൻ പോയ ദാവീദ് പറഞ്ഞു, ഈ പടച്ചട്ടയൊന്നും എനിക്ക് വേണ്ട, കാര്യം ഇത് ഇട്ടുകൊണ്ട് നടന്നാൽ എണീച്ച് നടക്കാൻ ഒക്കത്തില്ല. അപ്പൊ പടച്ചട്ട ഇട്ട് എണീറ്റ് നിൽക്കാൻ ആരോഗ്യമില്ലെങ്കിൽ ശത്രുവിനെ അവനെ വന്ന് എളുപ്പം കൊല്ലാൻ കഴിയും. അതുകൊണ്ടാണ് ദാവീദ് പടച്ചട്ടയൊന്നും വേണ്ട എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു പടച്ചട്ട, ഇത് പൗലോസ് എഴുതുന്നത് തന്നെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ്. പൗലോസിന് ചുറ്റും പട്ടാളക്കാരാണ്. അവരുടെ ആയുധങ്ങൾ എടുത്ത്, അവരുടെ വസ്ത്രധാരണവും അവരുടെ വാളും പരിചയും ഒക്കെ എടുത്ത് ധരിക്കുന്നത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടാണ് പൗലോസ് ഉറങ്ങുകയും ഉണരുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്. പോരാട്ടം, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളോടൊരു പോരാട്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസിന് പെട്ടെന്ന് പിക്ചറൈസ് ചെയ്യാൻ പറ്റിയത് ഒരു പട്ടാളക്കാരനെയാണ്. എങ്ങനെയാണ് ഒരു വിശ്വാസി ഒരു പട്ടാളക്കാരന് തുല്യനാവണം? അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇമേജറി അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ പട്ടാളക്കാരൻ എന്താ ചെയ്യുന്നത്? അവന്റെ രക്ഷ മാത്രമല്ല നോക്കുന്നത്, അവൻ കൂടെയുള്ളവരുടെ രക്ഷ കൂടെ നോക്കുന്നയാളാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയും വേദപുസ്തകം പഠിക്കുകയും എന്ന് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ രക്ഷ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരുടെ രക്ഷയും ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ പട്ടാളക്കാരനോട് പറയുകയാണ്, നീ ബലമില്ലാതെ ഇരുന്നാൽ, ശക്തിയില്ലാതെ ഇരുന്നാൽ ഒരു സർവായുധവർഗം എടുത്ത് ധരിക്കാനുള്ള ആരോഗ്യം നിനക്കുണ്ടാവത്തില്ല. അതുകൊണ്ട് നീ ആദ്യം ദൈവത്തിൽ ശക്തിപ്പെടണം, ദൈവകൃപയിൽ ശക്തിപ്പെടണം, അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. അങ്ങനെ ശക്തിപ്പെടുന്ന ഒരാളിന്, ദൈവകൃപയിലും ദൈവത്തിന്റെ ബലത്തിലും ശക്തിപ്പെടുന്ന ഒരാളിന് മാത്രമേ ഈ സർവായുധവർഗം എടുത്ത് അണിയുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ കടമ എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ അമിത ബലത്തിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലത്തിൽ, അതിൽ നമ്മൾ ശക്തിപ്പെടണം. ആ ബലത്തിൽ ദാവീദ് കരഞ്ഞ്, ബലമില്ലാതാകുവോളം കരഞ്ഞ്, എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ നമ്മുടെ ദൈവമായ യഹോവയിൽ ശക്തിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ ശക്തിയിൽ ബലപ്പെടാൻ ഇന്ന് രാത്രിയിൽ നമ്മൾക്ക് കഴിയും. അത് നമുക്ക് കഴിയണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും. അപ്പോൾ തുടങ്ങുകയാണ്. പട്ടാളക്കാരൻ ആ ഒരു ഇമേജറി അങ്ങനെ തന്നെ മനസ്സിൽ കാണണം. പട്ടാളക്കാരൻ തന്റെ ഔദ്യോഗിക വേഷം എടുത്ത് അണിയാനായിട്ട് പോവുകയാണ്. പൗലോസ് പറയുന്നു, ആദ്യം നിങ്ങൾ അരയ്ക്ക് സത്യം എന്ന് പറയുന്ന ആ ഒരു ബെൽറ്റ്, അരയ്ക്ക് സത്യം എടുത്ത് കെട്ടണം. ഈ സത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു ആയുധമല്ല. പിന്നെ എന്തിനാണ് പൗലോസ് ബെൽറ്റ് കെട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നത്? സത്യത്തിൽ ബെൽറ്റ്, മറ്റേത് വാള്, പരിചാകുന്തം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതൊക്കെ എതിർക്കാൻ വേണ്ട ആയുധങ്ങളാണ്. എന്നാൽ ബെൽറ്റ്, സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യമല്ലാതെ, സത്യത്തിന് ചെവി കൊടുക്കാതെ, സത്യം സംസാരിക്കാതെ, സത്യമായിട്ടുള്ളത് പറയാതെ, സത്യം ചെയ്യാതെ പിന്നെ മുൻപോട്ട് പോയൊരു പോരാട്ടമില്ല. അതൊരു ആയുധത്തിന്റെ ഭാഗമല്ല എന്നാണെങ്കിൽ പോലും പൗലോസ് പറയുന്നു, നിങ്ങൾ സത്യം എന്ന് പറയുന്ന ബെൽറ്റ് എടുത്ത് നിങ്ങളുടെ അരയ്ക്ക് കെട്ടണം. പട്ടാളക്കാരൻ ബെൽറ്റ് കെട്ടുമ്പോൾ സത്യത്തിൽ ചെയ്യുന്നത് ഈ ബാക്കിയുള്ളതിനെയൊക്കെ ശരീരത്തോട് ഉയർപ്പിച്ച് നിർത്താനാണ് ബെൽറ്റ് കെട്ടുന്നത്. പാന്റ് ഊരിപ്പോകാതിരിക്കാൻ, ഇൻകേസ് പോകുന്ന വഴിക്ക് ഒരു ബട്ടൺ പൊട്ടിപ്പോയാലും ബെൽറ്റ് അതിനെ താങ്ങിക്കൊള്ളുമല്ലോ എന്നുള്ള ധൈര്യത്തിലാണല്ലോ നമുക്ക് വയറ് കൂടുമ്പോഴും നമ്മൾ പാന്റ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോ ബെൽറ്റിന്റെ ഉപയോഗം അതാണ്. ഒരു ഹുക്ക് മാറ്റിയിട്ടാൽ നമുക്ക് പിന്നെ പേടിക്കണ്ട, സേഫായി. അപ്പോ ബെൽറ്റ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തോട് നമ്മുടെ വസ്ത്രങ്ങളെ ചേർത്ത് വെക്കുന്നതാണ് ബെൽറ്റ്. അതുമാത്രമല്ല, പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ബെൽറ്റ് എന്ന് പറയുന്നത് അവന്റെ മറ്റു പല ആയുധങ്ങളും സൂക്ഷിക്കാൻ, ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അവന്റെ ബെൽറ്റിലാണ്. അതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സത്യം കൂടാതെ ബാക്കി എന്തെല്ലാം എടുത്ത് ധരിച്ചാലും ഇതെല്ലാം പ്രയോജനപ്പെടാതെ പോകും. അതുകൊണ്ട് കർത്താവിന്റെ ബലത്തിൽ ശക്തിപ്പെട്ട ഒരു മനുഷ്യൻ, ദൈവകൃപയിൽ വന്ന ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ അവൻ സത്യം സംസാരിക്കുന്നില്ലെങ്കിൽ, സത്യമായിട്ടുള്ളത് ചെയ്യുന്നില്ല, പറയുന്നില്ല, കേൾക്കുന്നില്ല, പ്രയോഗിക്കുന്നില്ല എന്ന് വരികിൽ
അവൻ ബാക്കി ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാണ്, അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും എന്നതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യം വേണ്ടത് മിനിമം സത്യസന്ധതയാണ്. അപ്പൊ സത്യസന്ധത കൂടാതെ പിന്നീട് എന്തെല്ലാം ആയുധങ്ങൾ, ബെൽറ്റ് ധരിക്കാതെ, ഇപ്പൊ ബെൽറ്റ് ധരിക്കാതെ ഒരു പട്ടാളക്കാരൻ ഓടിപ്പോയി ആയുധങ്ങളും ഒക്കെ ആയി ഓടുകയാണ് എന്ന് വിചാരിച്ചോ. പട്ടാളക്കാരന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരം കയറേണ്ടി വരും, മതിൽ ചാടേണ്ടി വരും, കുന്നുകൾ കയറേണ്ടി വരും. അതിന്റെ ഇടയിൽ എങ്ങാനും വെച്ച് അവന്റെ വസ്ത്രം അരിഞ്ഞു പോയാൽ ശത്രു വന്ന് അവനെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്, അവൻ തോറ്റുപോകും. അതുകൊണ്ടാണ് അവൻ ബെൽറ്റ് എന്ന് പറഞ്ഞതുപോലെ സത്യസന്ധത ഉപേക്ഷിച്ചിട്ട് ഈ പറഞ്ഞ എന്ത് ആയുധങ്ങൾ എടുത്തു പിടിച്ചാലും യാതൊരു പ്രയോജനവുമില്ല, നമ്മുടെ ജീവിതത്തിൽ യുദ്ധക്കളത്തിൽ തോറ്റുപോകും. അതുകൊണ്ടാണ് ആദ്യം പറയുന്നു, നിന്റെ അരയിൽ നീ സത്യം അതെടുത്ത് ധരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതിലോട്ട് പോകാനായിട്ട്. എന്നിട്ട് വേണം നീതി എന്ന് പറയുന്നതായ കവചം ധരിക്കണം. ഈ കവചം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കവചം എന്ന് പറഞ്ഞാൽ അത് ഒരു ബുള്ളറ്റ് പ്രൂഫ് പോലെ ഉള്ള ഒരു 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 കവറിംഗ് ആണ്, ഒരു കവറിംഗ് ആണ് അത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഇടുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുക. എന്താണ് തീയമ്പുകൾ? നമുക്കറിയാമല്ലോ, പണ്ട് നമ്മളൊക്കെ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാമായണം TV-യിൽ വന്നപ്പോൾ അമ്പെയ്യുന്നത് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്പെയ്യുമ്പോൾ അതിന്റെ അറ്റത്ത് തീയാണ്, അത് ചെന്ന് വീഴുന്ന സ്ഥലം അത് ദഹിപ്പിച്ചു കളയും. അതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ അത് ഓർമ്മയിലുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കും. അതാണ് തീയമ്പ്. അപ്പൊ ദുഷ്ടൻ അയക്കുന്ന തീയമ്പ് എന്താണ്? പിശാച് അയക്കുന്ന തീയമ്പ് എന്താണ്? അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരമ്പ് അങ്ങോട്ട് വീയും. അത് നമ്മുടെ ചിന്തകളെ കത്തിച്ചു കളയും, അല്ലെങ്കിൽ കത്തിക്കുകയല്ല, ചിന്തകളെ എന്താ പറയുന്നത്, ഒരു പെർവേർട്ടഡ് തോട്ട്സിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ മനസ്സിലേക്ക് ഇവനൊരു തീയമ്പിനെ അയക്കും. അത് നമ്മുടെ മനസ്സിൽ അശുദ്ധ വികാരങ്ങളെ ഉണ്ടാക്കും. നമ്മുടെ ചെവിയിലേക്ക് അവൻ മറ്റൊരു തീയമ്പ് അയക്കും. അത് നമ്മൾ ആവശ്യമില്ലാത്തത് കേൾക്കാനായിട്ട് ശ്രമിക്കും. നമ്മുടെ നാവിലേക്ക് അവൻ മറ്റൊരു തീയമ്പിനെ അയക്കും. നമ്മുടെ നാവ് കൊണ്ട് നാം ആവശ്യമില്ലാത്തത് വായിക്കാനും കേൾക്കാനും പറയാനും ഇടയാകും. പൗലോസ് പറയുകയാണ്, ഇങ്ങനെയുള്ള അനേക തീയമ്പുകൾ പിശാചിന്റെ കൈവശമുണ്ട്. അവൻ അത് നിങ്ങളുടെ നേരെ അയ്യുമ്പോൾ അത് നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ ഒരു ബുള്ളറ്റ് പ്രൂഫ് കവചം ഇടുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു കവചം ഉണ്ടാവണം. അത് നീതി എന്ന് പറയുന്ന കവചമാണ്. നീതി അല്ലാത്തതൊന്നും ചിന്തിക്കരുത്, നീതി അല്ലാത്തതൊന്നും പറയരുത്, നീതി അല്ലാത്തതൊന്നും കേൾക്കരുത്, നീതി അല്ലാത്തതൊന്നും ചെയ്യരുത്. വളരെ 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 എന്താ പറയുക, വളരെ ശക്തമായ ഒരു ഉപദേശം പറഞ്ഞു തന്ന ലേഖനം അവസാനിപ്പിക്കുകയാണ് പൗലോസ്. പൗലോസ് പറയുകയാണ്, നീതി എന്ന് പറയുന്ന കവചം ധരിക്കുമ്പോൾ സത്യസന്ധത നിങ്ങളുടെ കൈ മുതലാണ്. ഇനി നിങ്ങളൊരു കവചം ധരിച്ചിരിക്കുകയാണ്, ഒരു ബുള്ളറ്റ് പ്രൂഫ് കോട്ട് ഇട്ടിരിക്കുകയാണ്. ദുഷ്ടൻ തീയമ്പുകൾ അയക്കുമ്പോൾ അവന്റെ അമ്പുകൾ വന്ന് കൊള്ളാതെ ഈ കവചം നിങ്ങളെ സൂക്ഷിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നാവ് കൊണ്ട്, ശരീരം കൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട് ദോഷം ചെയ്യാതെ ഇരിപ്പാൻ ഈ കവചം എടുത്ത് നിങ്ങൾ ധരിക്കണം. അത് ധരിക്കാൻ പിശാചിന്റെ തീയമ്പുകളോട് എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവചം നമ്മളോട് ധരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വിശ്വാസം എന്ന് പറയുന്നതായ പരിച എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഈ വാളും പരിചയും, അതാണ് പരിച. അത് വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്ന പരിചയം എന്തിനാ വേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ദൈവം ഇത്രയും കാലം നിങ്ങൾ അതിന്റെ പുറകെ നടന്നിട്ട് നിങ്ങൾക്ക് എന്തോ തന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. ഇത്ര കാലം ഇതിന്റെ പുറകെ നടന്നിട്ട് എന്നാ കിട്ടി എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ചില ശത്രുവിന്റെ അമ്പുകളൊക്കെ വരുമ്പോൾ അതിനെ തടുക്കാൻ ഉപയോഗിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്ന പരിച. എബ്രായ ബാലന്മാരോട് ചേർന്ന് പറയണം, ഞങ്ങളുടെ ദൈവം വിടിവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം, ഇനി വിടിവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറയാനുള്ള ചങ്കുറപ്പ് തരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നതായ പരിച. അതുപോലെയുള്ള അനേക ചോദ്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നതായ പങ്കപ്പാടുകൾ, കഷ്ടതകൾ, ഭാരങ്ങൾ, രോഗം, ഇതെല്ലാം വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, എവിടെ പോയി നിന്റെ ദൈവം? എന്തു ചെയ്തു നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വിശ്വാസം എന്ന് പറയുന്ന പരിചയം എടുത്ത് തടഞ്ഞു നിർത്തണം. ആ ചോദ്യം നമ്മുടെ ചെവിയിൽ വന്ന് അടിച്ച് തിരിച്ചു പോകണം. ചെവിയിൽ വന്ന് അടിച്ചിട്ട് തിരിച്ചു പോകണം.
അത് ഉള്ളിലേക്ക് കയറാൻ ഇടയാകരുത്. പരിച കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തണം. നമ്മുടെ ഉള്ളിലേക്ക് ആ ചോദ്യം, നമ്മുടെ ചിന്തകളിലേക്ക് ആ ചോദ്യം, നമ്മുടെ മനസ്സുകളിലേക്ക് ആ ചോദ്യം നമ്മളെ അലട്ടാൻ ഇടയാവരുത്. അതിനു വേണ്ടിയിട്ടാണ് വിശ്വാസം എന്ന് പറയുന്നതായ പരിച എടുക്കണം എന്ന് പറയുന്നത്. പൗലോസ് പറയുകയാണ്, നീതി നീതി എന്ന് പറയുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. നീതി നിങ്ങളുടെ അരയ്ക്ക് നിങ്ങൾ കെട്ടണം. സത്യസന്ധത, നീതി എന്ന കവചം ധരിച്ച് കാലിന് ചെരുപ്പ്, അത് ഞാൻ വിട്ടുപോയി. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. എന്താണ് ചെരുപ്പിന്റെ പ്രത്യേകത? ചെരുപ്പ് ഒരു ആയുധമല്ല. വീണ്ടും, ചെരുപ്പ് ഒരു ആയുധമല്ല. ഒരു പട്ടാളക്കാരൻ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവനെ നഗ്നപാതനായി അയച്ചാൽ, ചെരുപ്പിടാതെ വിട്ടാൽ, അവൻ കാട്ടിലും കാലിലും മുള്ളിലും ഒക്കെ പോകുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് നീതി എന്ന കവചം ധരിച്ച സമാധാന സുവിശേഷത്തിനായുള്ള ഒരു ഒരുക്കം ഉണ്ടാവണം. വിശ്വാസ ജീവിതത്തിൽ സർവായുധവർഗം ധരിക്കുന്നതിന്റെ കൂടെയുള്ള കാര്യമാണ് ഒരുക്കം എന്ന് പറയുന്നത്. അത് ജോസിഫസ് എന്ന് പറയുന്നതായ ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, അക്കാലത്ത് പട്ടാളക്കാരുടെ ബൂട്ടിനടിയിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഫുട്ബോളൊക്കെ കളിക്കാൻ മേടിക്കുമ്പോൾ നമുക്കറിയാലോ, അവരുടെയൊക്കെ ബൂട്ടിനടിയിൽ സ്റ്റഡ്സ് ഉണ്ട്. അന്ന് ഇത് നെയിൽസ് ആണെന്നാ പറയുന്നത്. അവരിങ്ങനെ കാടും മലയും ഒക്കെ ചവിട്ടിക്കേറുമ്പോൾ അത് വീണു പോകാതെ ഇരിക്കാൻ ഇങ്ങനെയുള്ള നെയിൽസ് അടിച്ചിട്ടുള്ളതായ ബൂട്ട്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ചെരുപ്പില്ലാതെ ഒരു മനുഷ്യന് അധികം യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു ഒരുക്കം വേണം. നിങ്ങൾക്ക് ചെരുപ്പില്ലാതെ ഒരു സ്ഥലത്തൂടെ പോയി മുള്ളാണെന്ന് വിചാരിച്ചു, ഈ പട്ടാളക്കാരൻ എങ്ങനെ മുമ്പോട്ട് പോകും? അതുകൊണ്ട് നിങ്ങൾ സുവിശേഷിക്കാൻ പോകുമ്പോൾ, സുവിശേഷം പറയാനായിട്ട് പോകുമ്പോൾ, വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, സർവായുധവർഗം ധരിക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ ഒരു ചെരുപ്പുണ്ടാവണം. അത് നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല. അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കം ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പൗലോസ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എല്ലാറ്റിനും മീതെ ഈ ഒരുക്കമെല്ലാം തീയമ്പുകളെ തടുക്കുവാനായിട്ട് പരിചയും കവചവും എല്ലാം എടുത്ത്, ചെരുപ്പുമിട്ട് വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പൗലോസ് പറയുന്നു, രക്ഷ എന്ന് പറയുന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും. രക്ഷ എന്ന് പറയുന്ന ശിരസ്ത്രം, രക്ഷിക്കപ്പെട്ട ദൈവവചനം, ജസ്റ്റിഫിക്കേഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. രക്ഷ എന്ന് പറയുന്നത്, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് സ്വയം ജസ്റ്റിഫൈ ചെയ്യുന്നതിനെ അല്ല. നമ്മൾ പലപ്പോഴും നമ്മൾ സ്വയം ജസ്റ്റിഫൈ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പനി വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കും, കഴിഞ്ഞ മാസവും ഞാൻ 300 രൂപ അയച്ചു കൊടുത്തതല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാ എനിക്ക് ഈ പനി വന്നേ എന്ന് ചോദിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ അല്ല. ദൈവം നമ്മളെ നീതീകരിക്കുന്ന നീതീകരണമാണ്. ദൈവം നമ്മളെ നീതീകരിക്കുന്ന നീതീകരണമാണ്. അല്ലാതെ നമ്മൾ തന്നെ നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല രക്ഷ എന്ന് പറയുന്നത്. ജസ്റ്റിഫിക്കേഷൻ എന്നാണ് വാക്ക്. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ നീതീകരണം, ഈ നീതീകരണം, ഇതാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ശിരസ്ത്രം, അതാണ് നമ്മുടെ തലയുടെ രക്ഷ. ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിന്റെ അവയവമാണ് തല എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു പോറലേൽക്കാതെ അതിനെ നിലനിർത്തുന്നത് ഈ ഹെൽമെറ്റ് ആണ്. ഈ ഭാഗങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഭാഗങ്ങളെ കുറിച്ച് നല്ല അറിവുമുണ്ട് എന്നെനിക്കറിയാം. എന്നാലും ഞാൻ ഒന്ന് ടച്ച് ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഈ രക്ഷ എന്ന് പറയുന്നതായ ശിരസ്ത്രം, ഹെൽമെറ്റ് തലയിൽ വെച്ചിരിക്കുന്ന ഭക്തനെ തൊടാൻ അവന്റെ ശത്രുവിന് കഴിയത്തില്ല. സഹോദര, നീ ആരോടാണ് പോരാടുന്നത്? നീ പോരാടുന്നത് നിന്റെ ഭാര്യയോടാണ്, നിന്റെ ഭർത്താവിനോടാണ്, നിന്റെ മക്കളോടാണ്, നിന്റെ അപ്പനോടും അമ്മയോടുമാണ്, നിന്റെ ദാസനോടാണ്, നിന്റെ യജമാനനോടാണ്. നിന്റെ ഇപ്പോഴത്തെ പോരാട്ടം മുഴുവൻ നിന്റെ ചുറ്റിനുമുള്ള നിനക്ക് കൂട്ടായി ദൈവം തന്നിരിക്കുന്ന ആളുകളോടാണ്. എന്നാൽ പൗലോസ് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ കൂടെ താമസിക്കുന്നവരോടല്ല, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരോടല്ല, നമ്മുടെ വീട്ടിലുള്ളവരോടല്ല, നമ്മുടെ കൂട്ടുകാരോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് അന്ധകാരത്തിന്റെ ശക്തികളോട്, ഈ ലോകത്തിന്റെ അധിപതികളോടാണ് എന്ന് നമ്മൾ ഇന്ന് രാത്രി തിരിച്ചറിയണം. എന്തിനാണ് നമ്മൾ പക മനസ്സിൽ സൂക്ഷിക്കുന്നത്? എന്തിനാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മറ്റുള്ളവരോടുള്ള ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത്? പൗലോസ് പറയുന്നു, ഇതൊന്നും നമ്മുടെ പോരാട്ടമല്ല. പോരാട്ടം അവരോടൊന്നുമല്ല. പോരാടാൻ കിടക്കുന്നത് ഇവിടെയാണ്, ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനകളോടാണ്. അവരോട് പോരാടാൻ നിങ്ങൾക്ക് നാക്കുകൊണ്ട് പറ്റത്തില്ല. ഈ പറയുന്ന സർവായുധവർഗം അത് മുഴുവൻ ധരിച്ചു വേണം നിങ്ങൾ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുവാൻ. അങ്ങനെ പോരാടണം നിങ്ങൾ. അങ്ങനെ പോരാടുമ്പോൾ
സകല പ്രാർത്ഥനയാലും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ദൈവവചനത്തെ വാൾ എന്ന നിലയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പല സ്ഥലത്ത് ദൈവവചനത്തെ വാൾ എന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വാൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, ഒരു പട്ടാളക്കാരൻ ആദ്യമായി ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ അവന്റെ കയ്യിൽ നേരെ ഒരു AK-47 എടുത്തു കൊടുത്തിട്ട് കാച്ചിക്കോട എന്ന് പറയുകയല്ല, മറിച്ച് അവനെ അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ്. അവൻ അനേക നാളുകൾ അവനാ ഉപയോഗിക്കണം. അവനാ വാളോ പരിചയോ തോക്കോ കുന്തമോ എന്താണെങ്കിലും അവനത് ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പോൾ ബോംബുകൾ, മിസൈലുകൾ വർഷിക്കുന്ന പട്ടാളക്കാരുണ്ട്. അവരത് ഉപയോഗിക്കാൻ പഠിപ്പിക്കും അവരെ. അപ്പൊ വാളെടുത്ത് വെട്ടുന്നതിന് മുമ്പ് ഈ വാൾ ഉപയോഗിക്കാൻ പഠിക്കണം. ഒന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നു, ദൈവവചനം എന്ന് പറയുന്ന വാളെടുത്ത് വെട്ടാനായിട്ട് പോവുകയാണ്. ഈ വാളിനൊരു പ്രശ്നമുണ്ട്. ഇത് ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു വന്ന് നമ്മുടെ കഴുത്തും കൊണ്ടുപോകും, നമ്മുടെ തലയും കൊണ്ടുപോകും. മറ്റൊരാളിനെ മുറിവേൽപ്പിക്കാനുള്ളതാണല്ല വാള്. ഇവിടെ ദൈവവചനം എന്ന് പറയുന്നത് ഈ വാളെടുത്ത് ഉപയോഗിക്കുമ്പോൾ ശത്രുവിനെയോ മിത്രത്തെയോ പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ ദൈവവചനം എന്ന് പറയുന്ന വാൾ ഉപയോഗിക്കാം. പക്ഷെ വാൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പൊ അതിനൊരു ട്രെയിനിങ് ആവശ്യമാണ്, അതിനൊരു പ്രാക്ടീസ് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവഭക്തനായ പൗലോസ് പറയുന്നു, സകല രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ഇനി വാളെടുത്ത് വെട്ടാനായിട്ട് പോകുന്നത് അവനെ കൊന്നുകളയുക എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. ഞാൻ ഈ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ദൈവവചനം എന്ന് പറയുന്ന വാള് കൊണ്ടുള്ള വെട്ട്. നമ്മളോട് ആരെങ്കിലും വന്ന് പറയുകയാണ്, എന്തിനാണ് കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് വിട്ട് പുറത്തേക്ക് വരൂ എന്നൊരാൾ പറയുമ്പോൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഭാര്യയുടെ തല ഭർത്താവാണ്, ആ ഭർത്താവിന്റെ തല ക്രിസ്തുവാണ് എന്ന് പറയുന്ന എഫേസ്യ ലേഖനം 5-ാം അധ്യായം എന്ന് പറയുന്ന ദൈവവചനം എടുത്ത് അങ്ങോട്ട് വെട്ടുമ്പോൾ കുടുംബം ഉപേക്ഷിച്ച്, കുടുംബം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഉപേക്ഷിച്ച് പുറത്തേക്ക് വരൂ എന്ന് പറയുന്ന ശത്രുവിനെ വെട്ടുന്ന വാളാണ് ദൈവവചനം എന്ന് പറയുന്ന വാൾ. നമ്മുടെ കുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട്, അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ പ്രായപൂർത്തിയായില്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ, പിന്നെ എന്തിനാണ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിടക്കുന്നത്? ആ കെട്ട് പൊട്ടിച്ച് പുറത്തേക്ക് വരൂ എന്ന് പറയുന്ന ആളുകളോട് പറയണം, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അവർക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നതും ദൈവഹിതമാണ് എന്ന് പറയുന്ന വചനമെടുത്ത് അങ്ങോട്ട് വെട്ടണം. അപ്പൊ ഈ ശത്രുവിന് നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടാനായിട്ട് കഴിയത്തില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന പട്ടിയെടുക്കുന്നത്? 20 കൊല്ലം ജോലി ചെയ്തില്ലേ? ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നാ പ്രയോജനം ഉണ്ടായി? ഇന്നും നിങ്ങളുടെ ബോസിന്റെ മുമ്പിൽ നിങ്ങളൊരു ന്യൂയിസൻസ് അല്ലേ എന്ന് ചോദിക്കുന്ന ശത്രുവിനോട് പറയണം, ദൈവമാണ് എന്നെ ശുശ്രൂഷയ്ക്ക്, ദൈവമാണ് എനിക്ക് ഈ ജോലി തന്നെ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദാസന്മാരെ, യജമാനന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ എന്നാണ് ദൈവവചനം. ആ വാളെടുത്ത് വെട്ടണം. ഒരു ശത്രുവും നമ്മളെ തകർത്ത് കളയത്തില്ല. അതാണ് ദൈവവചനം എന്ന് പറയുന്ന വാള്. ദൈവവചനം എന്ന് പറയുന്ന വാള് ശത്രുവിനെ കൊല്ലാനല്ല, അവൻ നമ്മളെ തകർക്കാതെ ഇരിക്കാനാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, സർവായുധവർഗം. ഈ വാള്, ദൈവവചനം എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ പ്രസംഗമുണ്ട്. ഭയങ്കര ശക്തമായ വാചകമാണ് ദൈവവചനം എന്ന് പറയുന്നതായ വാള്. പൗലോസ് പറയുന്നു, നിങ്ങൾ സർവായുധവർഗം ധരിക്കുമ്പോൾ ഈ വാളാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് നിങ്ങളെ സഹായിക്കുന്നത്. അടുത്തത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അപ്പൊ ആത്മീയ സർവായുധവർഗമൊക്കെ കൊടുത്തേച്ച് നിങ്ങൾ അതെടുത്ത് വെട്ടിക്കോ എന്നല്ല, വീണ്ടും അതിന് വ്യത്യാസം വരികയാണ്. ഈ ഭക്തനായ മനുഷ്യൻ പറയുന്നു, നിങ്ങള് എങ്ങനെയാണ് ഇതൊക്കെ ദൈവം സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സകല പ്രാർത്ഥനയും യാതനയും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ചുകൊണ്ട്, എന്തിനു വേണ്ടി? ശത്രുവിനെതിരെയുള്ള പോരാട്ടമാണ്, അന്ധകാര ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ഇതെങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാലാണ് ജയിക്കുന്നത്. അതുകൊണ്ട് സ്ഥിരത കാണിക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് സ്ഥിരതയില്ലാതെയായി പോകരുത്. ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ പ്രാർത്ഥിച്ചു, മറ്റന്നാൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, അതിനടുത്ത ദിവസം
പിന്നെ ഈ ശീലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഈ സർവായുധവർഗം എടുത്തുള്ള യുദ്ധത്തിന്റെ ഒക്കെ പിന്നിൽ നിങ്ങളെ അതിനുവേണ്ടി ബലപ്പെടുത്തി നിർത്തുന്നത് നിങ്ങളുടെ ഏതു നേരത്തുമുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും, എനിക്കും, വിശുദ്ധന്മാരെന്ന് പറയുന്നത് കൂടെയുള്ളവർ തന്നെയാണ്, നമ്മുടെ സഹവിശ്വാസികളെയാണ് വിശുദ്ധന്മാർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ വിശുദ്ധൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ സഹവിശ്വാസികളെയാണ് വിശുദ്ധൻ എന്ന സെറ്റ് അപ്പാർട്ട് എന്നേ ഉള്ളൂ. വാക്കിന്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട് എന്നേ ഉള്ളൂ. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവ പൈതലിനെയാണ് ഹോളി എന്ന് പറയുന്നത്, ഹോളി മാൻ അല്ലെ ഹോളി വുമൻ എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധൻ ആരാണ്? നമ്മളെ പോലെ തന്നെ നമ്മുടെ ഉള്ള കൂട്ട വിശ്വാസികളാണ് വിശുദ്ധൻ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാന് ചങ്ങല ധരിച്ച് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പൗലോസ് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ന്യായമായിട്ടും വിചാരിക്കും, പൗലോസിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് പൗലോസിന് മോചനം കൊടുക്കണം, പൗലോസിന് ലോകമെല്ലാം നടന്ന് സഭ സ്ഥാപിക്കണം, പൗലോസിന് കർത്താവിനെ കുറിച്ച് എല്ലാ രാജ്യത്തും പോയി പറയണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരിക്കും പൗലോസിന് എന്നാണ് പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അങ്ങനെയാ പ്രാർത്ഥിക്കാൻ പറയുന്നത്, എന്റെ കൊച്ചിനൊരു ജോലി കിട്ടണം, പ്രാർത്ഥിക്കണേ എന്ന് നമ്മൾ പറയും. അതാണ് നമ്മുടെ ആഗ്രഹം. പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്ന അതാണ്, നമ്മുടെ കുഞ്ഞിന്റെ ജോലിയാണ്. എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞേച്ച് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഞാന് ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? എന്തോ ഒരു കാഴ്ചപ്പാണ്, അതിന്റെ പെർസ്പെക്റ്റീവ് മാറുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ചങ്ങലയിൽ കിടക്കുന്ന പൗലോസ്, ഈ ചെയിൻ, ചങ്ങല എന്ന് പറയുന്ന വാക്കിന് നമുക്കറിയാമല്ലോ, ചെയിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിലും ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുത്തിലിടുന്നതും ചെയിനാണ്, നമ്മുടെ തൊടൽ ചങ്ങലയ്ക്കും ചെയിൻ എന്നാ പറയുന്നത്. ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്. മൂലഭാഷയിൽ ഇത് എഴുതിയ ഗ്രീക്കിലും ചെയിൻ എന്ന് പറയുന്ന വാക്കിന് ചങ്ങല എന്നും അർത്ഥമുണ്ട്. കഴുത്തിലിടുന്ന സ്വർണ്ണമാല അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഭരണത്തിനും ചെയിൻ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അംബാസഡർ എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സ്ഥാനാപതി. അത് നമുക്കറിയാം, ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ, യൂണിവേഴ്സിറ്റിയില് ഗ്രാജുവേഷൻ സെറമണിയിലൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഡീന്, വൈസ് ചാൻസലർ ഒക്കെ ഇടുന്ന ഒരു കുപ്പായമുണ്ട്, ഒരു ഗൗൺ. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ, അവര് ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം ധരിക്കുന്ന ഒരു ഗൗൺ ഉണ്ട്. അപ്പൊ അത് അംബാസഡർ അല്ല, ഇവിടുത്തെ ഭരണാധികാരികൾ. ഈ അംബാസഡേഴ്സ് അന്നത്തെ കാലത്ത് അവരൊരു പ്രത്യേകതരം മാല, അവരുടെ നമ്മുടെ തിരുമേനിമാർ, നമ്മുടെ ബിഷപ്സ് മാല ധരിക്കുന്നുണ്ട്. നമുക്ക് കണ്ടിട്ടില്ല അങ്ങനെ ആ ഒരു വലിയ, പ്രത്യേകിച്ച് ക്രിസോസ്റ്റം തിരുമേനിയുടെ മാല ഓർത്താൽ മതി. അപ്പോ അത് അവരുടെ ഒരു അധികാര ചിഹ്നം പോലെ അവർ ധരിക്കുന്നതായ മാലയാണ്. അപ്പൊ പൗലോസ് പറയാണ്, ഞാനൊരു അംബാസഡർ ആണ്, ഞാനൊരു ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ്. എന്റെ കാലയിലെ ചങ്ങലയല്ല ഈ ചങ്ങല എന്ന് പറയുന്നത്, എന്റെ അധികാരത്തിന്റെ ചിഹ്നമാണ്. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളൊക്കെ ഭക്തനെ പോലെ പറയണം നമുക്ക്. എന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, അതെന്റെ ജീവിതത്തിൽ ഒരു ചങ്ങല പോലെയല്ല, അതെനിക്കൊരു ആഭരണമായിട്ട് അനുഭവപ്പെടുകയാണ്. കാരണം ഞാൻ ഈ കർത്താവിന് വേണ്ടി നിൽക്കും. ഇതെന്റെ ജീവിതത്തിൽ ഉള്ളപ്പോഴും ഇതെന്റെ ജീവിതത്തിൽ എന്നെ തളർത്തുകയല്ല, മറിച്ച് ഇത് ഞാനൊരു ആഭരണമായി കണ്ട് ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും എന്ന് പറയാനായിട്ട് പൗലോസിനെ പോലെ നമുക്ക് കഴിയണം. അതുകൊണ്ട് ജീവിതത്തിലെ പങ്കപ്പാടുകൾ എന്ന് പറയുന്നത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന്റെ കാലിൽ കിടക്കുന്ന ചങ്ങലയാണ്. പൗലോസ് പറയുന്നു, ഈ ചങ്ങലയല്ല ഇത്, ഞാൻ എന്റെ അധികാര ചിഹ്നമാണ്, ഞാൻ അംബാസഡറാണ്, ഞാന് സ്ഥാനാപതിയാണ്. പൗലോസിന്റെ പ്രാർത്ഥന എന്താന്ന് ചോദിച്ചാൽ പൗലോസ് പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ചങ്ങല പോകാനല്ല, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തെടുക്കാനല്ല, എന്നെ തടവിലിട്ട റോമൻ ഭരണാധികാരികളൊക്കെ മുടിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിക്കാനല്ല. നമ്മളൊക്കെ അങ്ങനെയൊക്കെയാ പ്രാർത്ഥിക്കുന്നത്. എന്നെ ശത്രുവിനെ എല്ലാം ദണ്ഡിപ്പിച്ചോണേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പാട്ടുകളൊന്നും ഇപ്പൊ ദൈവാധീനം കൊണ്ട് നമ്മളാരും പാടാറില്ല. അപ്പോ ശത്രുവിനെ നശിപ്പിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ.
പൗലോസ് പറയുകയാണ്, എന്റെ വായിൽ എനിക്ക് വചനം തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ കാലയിലെ ചങ്ങല അഴിച്ചു പോകാനല്ല, എന്റെ കാരാഗ്രഹത്തിൽ തന്നെ വിടുവിച്ച് ഞാൻ സ്വതന്ത്രമായി നടക്കാനല്ല. എന്നെക്കുറിച്ച് എന്റെ വായ തുറക്കുമ്പോൾ എന്റെ വായിൽ ദൈവവചനം തരേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പൗലോസിന് വേണ്ടി മാത്രമല്ല. ആളുകളൊക്കെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു വാക്കിൽ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ നിൽക്കുന്ന മനുഷ്യന്റെ വായിൽ അവൻ വാ തുറക്കുമ്പോൾ തമ്പുരാന്റെ വചനം അവന്റെ വായിൽ കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു മാതൃക നമുക്കുണ്ടാവണം. പ്രാർത്ഥിക്കുന്നത് നമ്മൾ ദൈവവചനം കേൾക്കാൻ വേണ്ടിയായിരിക്കുന്നത്. ആര് പറഞ്ഞാലും നമ്മൾ റിസീവ് ചെയ്യുകയാണ്, പറയുന്നയാളിനല്ല. കേൾക്കുന്ന ആളുകൾക്ക് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, ഇന്ന് രാത്രിയിലത്തെ വചനം എന്നോടൊന്ന് ഇടപെടണം, അതെന്റെ ജീവിതത്തിൽ എന്നോടൊന്ന് ഇടപെടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പറയുന്ന മനുഷ്യന്റെ അല്ല, ദൈവവചനം ക്രിയ ചെയ്യുന്ന ഇടപെടുന്ന ദൈവവചനമാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ എവിടെ പോയി സംസാരിക്കേണ്ട ആളാണ് പൗലോസ്? പൗലോസ് റോമ കൈസറുടെ മുമ്പിൽ പോയി ഇന്ന് സംസാരിക്കേണ്ട ആളാണ്. പൗലോസിന് അറിയാം, ഒരു ദിവസം ഞാൻ അവിടെ പോയി ഇന്ന് സംസാരിക്കും, ഈ തടവൊക്കെ മാറും, ഇവിടെ നിന്ന് എന്നെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയാൽ കൈസറുടെ മുമ്പിൽ നിന്ന് വാദിക്കേണ്ട ആളാണ് ഞാൻ. കൈസറുടെ മുമ്പിൽ നിന്ന് വാദിച്ചാൽ തല പോകാൻ സാധ്യതയുണ്ടെന്നല്ല, അന്നത്തെ പശ്ചാത്തലത്തിൽ രാജഭരണകാലത്ത് നമ്മുടെ നാട്ടിലും രാജാവിന്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചാൽ, ആർഗ്യൂ ചെയ്താൽ തല വെട്ടുക എന്നുള്ളതാണ് ശിക്ഷാ നടപടി. അതിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല. അവന്റെ തല പോകാൻ സാധ്യതയുള്ള സാഹചര്യമാണുള്ളത്. എന്റെ കർത്താവെ, എന്നെ രക്ഷിച്ചോണേ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് പൗലോസ് പറയാണ്, എനിക്ക് അവിടെ ചെന്ന് നിന്ന് സംസാരിക്കണം. അവിടെ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ വായിൽ വചനം വരണം. അങ്ങനെ വായിൽ വചനം വരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പൗലോസിന്റെ പ്രത്യാശ നോക്കി. തടവിൽ കിടന്ന മനുഷ്യൻ നാളെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ പൗലോസ് പറഞ്ഞുറപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ കൈസറുടെ മുമ്പിൽ നിന്ന് പ്രാഗൽഭ്യത്തോടെ എനിക്ക് സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ജീവിതത്തിലെ സങ്കടങ്ങൾ മാറിപ്പോകാനല്ല, ജീവിതത്തിന്റെ ഭാരങ്ങൾ മാറിപ്പോകാനല്ല, ജീവിതത്തിന്റെ ഇല്ലായ്മകൾ മാറിപ്പോകാനല്ല, മറ്റുള്ളവരോട് ദൈവവചനം പ്രാഗൽഭ്യത്തോടെ പറയാൻ, മറ്റുള്ളവരോട് ദൈവവചനം പ്രാഗൽഭ്യത്തോടെ പറയാൻ. കർത്താവേ, എന്റെ നാവിൽ വചനത്തെ തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ വചനത്തെ തരിക മാത്രമല്ല, അങ്ങനെ ദൈവകൃപയിൽ നമ്മൾ എന്തെല്ലാം ശുശ്രൂഷകളാണ് ചെയ്യുന്നത്, അതെന്റെ ജീവിതത്തിൽ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി തരുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. ഇവിടെ കൊണ്ട് ലേഖനം അവസാനിക്കുകയാണ്. ലേഖനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അവസാനം അദ്ദേഹം ആശീർവാദമൊക്കെ പറഞ്ഞ് ലേഖനം അവസാനിപ്പിക്കുകയാണ്. 21-ാമത്തെ വാക്യം, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന എന്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളുടെ അടുക്കൽ സകലവും അറിയിക്കും. നിങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലേഖനം എഴുതി അയക്കുന്നത് തിഹിക്കോസിന്റെ കൈവശമാണ്. ഈ തിഹിക്കോസിനെ മറ്റു പല സ്ഥലത്തും പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസിന്റെ ഒരു മെസ്സഞ്ചർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് തിഹിക്കോസ് എന്ന് പറയുന്ന ആൾ. ഞാൻ ഇതിങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഈ തിഹിക്കോസ് ഒരു ലേഖനവും എഴുതിയിട്ടില്ല. തിഹിക്കോസ് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആകെപ്പാടെ ചെയ്തത് ഈ പൗലോസ് എഴുതിയ എഴുത്ത് ഒരു കൊറിയർ ബോയ്, ഒരു പോസ്റ്റ്മാൻ ചെയ്യുന്നത് പോലെ അവിടെ കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നതാണ്. എന്ത് ശുശ്രൂഷ ചെയ്താലും ദൈവനാമത്തിൽ ചെയ്താൽ അതിനെ കണക്കിടുന്ന, അത് മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രാഗൽഭ്യം. നമ്മളാരും വലിയ കാര്യങ്ങൾ ചെയ്യാനൊന്നുമല്ല, നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് തിഹിക്കോസിനെ ഓർമ്മ വരണം. ഒരു ജോലിയും ചെയ്തില്ല, ഒരു വൻകാര്യവും ചെയ്തില്ല, പക്ഷെ തിഹിക്കോസിന്റെ പേരും ഈ വേദപുസ്തകത്തിന്റെ താളുകളിൽ എഴുതി ചേർത്തു. ഈ തിഹിക്കോസിനെ അയക്കുകയാണ്. തിഹിക്കോസ് വന്ന് പറയും, പൗലോസ് പറയുന്നു, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്താശ്വസിപ്പിക്കും എന്നാണ് ചോദിച്ചാൽ, പൗലോസിനെ ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് എഫെസോസിലെ വിശ്വാസികൾക്ക് വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഒരുപാട് ദുഃഖത്തിലാണ് ഇപ്പോൾ എഫെസോസിലെ വിശ്വാസികൾ പൗലോസിന്റെ കാരാഗ്രഹവാസം ഓർത്തിട്ട്. പൗലോസ് പറയുകയാണ്, എനിക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. തിഹിക്കോസ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവൻ ഈ വസ്തുതയെല്ലാം പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കും എന്ന് പറഞ്ഞ് തിഹിക്കോസിനെ അയക്കുകയാണ്. പിന്നെ ആശീർവാദ വചനമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടുകൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷമനായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ
കൃപ ഇരിക്കുമാറാകട്ടെ. അപ്പൊ നോക്കിയേ, ലേഖനം ആരംഭിച്ചത് കൃപയും സമാധാനവും പറഞ്ഞുകൊണ്ടാണ്. ലേഖനം അവസാനിക്കുന്നതും കൃപയും സമാധാനവും പകർന്ന് നൽകിക്കൊണ്ടാണ്. ലേഖനം ഇവിടെ അവസാനിക്കുകയാണ്. 3 അധ്യായങ്ങൾ, ആദ്യത്തെ 3 അധ്യായങ്ങൾ, ഇതുപോലെ ഒരു ജാതിയില്ല ലോകത്തിൽ. ഇത്രയും അനുഗ്രഹങ്ങൾ സൗജന്യമായി പ്രാപിച്ച ഒരു ജനതയില്ല ലോകത്തിൽ. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയാണ് വിശ്വാസത്തിൽ നടക്കേണ്ടത് എന്ന് പറയുന്ന അവസാന 3 അധ്യായങ്ങൾ. എന്നാൽ അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക്, 5-ാമത്തെ അധ്യായത്തിന്റെ അവസാനവും 6-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിലേക്കും വരുമ്പോൾ പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് പോരാട്ടമുള്ളത് നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന ആളുകളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് നമ്മൾ കാണുന്ന നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ സഹജീവികളോട്, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ സഹോദരങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുണ്ട്, അത് അറിയാതെ പോകരുത്. നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണ്. ആ ഒരു പോരാട്ടത്തിന് വേണ്ടി സർവായുധവർഗം ധരിച്ച് ഒരുങ്ങി നിൽപ്പാൻ, കർത്താവിന്റെ വരവിൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ എന്നെ നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.